മുമ്പത്തെ കറണ്ട് അഫയേഴ്സ് കാണാത്തവരുണ്ടെങ്കിൽ ആ ലിങ്ക് എടുത്ത് കാണണം കേട്ടോ, എല്ലാ ക്ലാസ്സുകളും. അപ്പൊ G7 ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഡെവലപ്ഡ് കൺട്രീസ് ആണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ആണ് അതിലുള്ളത്. ഉള്ള ഗ്രൂപ്പിംഗിൽ വരുന്ന രാജ്യങ്ങൾ നോക്കി വെക്കുക. ഇന്ത്യ ഇല്ല, യൂറോപ്യൻ യൂണിയൻ ഇല്ല, റഷ്യ ഇല്ല കേട്ടോ, റഷ്യനെ പുറത്താക്കിയതാണ്. അപ്പൊ 46% ഓഫ് ദി ഗ്ലോബൽ GDP-യും 10% ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണത്. ഇവരുണ്ടാക്കിയ ഒരു പ്രോഗ്രാം ആണ് ബിൽഡ് ബാക്ക് ബെറ്റർ വേൾഡ് എന്നുള്ള B3W എന്നുള്ള കേട്ടോ, B3W. പിന്നെ അതുപോലെ ഇത് എന്തിന് ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ചൈനന്റെ BRI ഉണ്ട്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയും. ഇത് നിങ്ങൾ നോക്കി വെക്കണേ, നിങ്ങൾക്കുള്ള ഒരു വർക്കാണ്. BRI-നെ കുറിച്ച് നോട്ട് ഉണ്ടാക്കുക, ഇമ്പോർട്ടന്റ് ആണ്. മാപ്പ് സഹിതം ഉണ്ടാക്കി വെച്ചോ, കാരണം ഇന്ത്യക്കും പല സമയത്തും ത്രെട്ട് ആവാറുണ്ട് ആ ഒരു പ്രോഗ്രാം. കാരണം ചൈനന്റെ ഇൻഫ്ലുവൻസ് ഓരോരോ രാജ്യങ്ങളും എസ്പെഷ്യലി ഇന്ത്യന്റെ നൈബറിംഗ് കൺട്രീസിലൊക്കെ അവരുടെ പ്രസൻസ് കൂടി വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. നമ്മൾ IR പഠിക്കും. ഇപ്പോഴേ നിങ്ങൾ BRI-നെ കുറിച്ച് നോക്കി വെക്കുക. അതിന് അൾട്ടർനേറ്റീവ് ആയിട്ട് വേൾഡിൽ ഒരുപാട് ഇതിപ്പോ വന്നിട്ടുണ്ട്. അതിൽ ഇന്ത്യ ജപ്പാനും കൂടി വേറെ ഒന്നുണ്ട്. പിന്നെ ബിൽഡ് ബാക്ക് ബെറ്റർ വേൾഡ് എന്നുള്ളത് G7-താണ്, നോക്കി വെക്കാം. 2021-ൽ എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രി ടു സെറ്റ് എ ഗ്ലോബൽ മിനിമം ടാക്സ് ഒക്കെ ഇതാക്കാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, 15%. 2014 റഷ്യ ഉണ്ടായിരുന്നു കേട്ടോ. അത് ആ കാലഘട്ടം നമ്മൾ G8 എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ റഷ്യനെ ഇപ്പൊ യുക്രൈൻ ക്രീമിയ അനക്സ് ചെയ്തതിനു ശേഷം റഷ്യനെ പുറത്താക്കാണ് ചെയ്തത് കേട്ടോ. അപ്പൊ G7 ഉള്ളു ഇപ്പോ, അറിഞ്ഞിരിക്കാം. അതാണ് അതിൽ അറിയേണ്ട മറ്റൊരു ഗ്രൂപ്പിംഗ്. ഈ പറഞ്ഞ രണ്ട് കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കി, ക്ലിയർ ചെയ്യും ഇപ്പൊ തന്നെ. ഓഡിയോ ഒന്നെങ്കിൽ ഓഡിയോ ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, ശരി. ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക്. ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ കേട്ടോ. നോർത്ത് സീ സമ്മിറ്റ് നോക്കി വെക്കുക. നോർത്ത് സീ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ നോക്കി വെക്കണേ. നോർത്ത് സീ എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കൽ അതിന്റെ കാര്യങ്ങൾ പിന്നീട് പഠിക്കും, സലൈൻറ്റിയും കാര്യങ്ങളും ബന്ധപ്പെട്ടൊക്കെ. ജസ്റ്റ് അതിന്റെ ഒരു ഇത് മനസ്സിലാക്കി വെക്കുക. നോർത്ത് സീ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഇപ്പം നോർവേ, അതുപോലെ തന്നെ ഇപ്പൊ UK ബോർഡർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്കോട്ട്ലാൻഡ് UK തന്നെയാണ്. പിന്നെ നെതർലാൻഡ്, ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ. ഇവിടെ ഇങ്ങോട്ട് ഇംഗ്ലീഷ് ചാനലാണ്, ഇവിടെ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്, ഇവിടെ നോർവേജിയൻ സീ ആണ്, ബാൾട്ടിക് സീ ആണ്. ഇതൊക്കെ നോക്കി വെക്കാം കേട്ടോ. ചാബഹാർ പോർട്ട് അടുത്ത ന്യൂസിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് നമുക്ക് ഒരു കാര്യമാണ് ചാബഹാർ പോർട്ട്. ചാബഹാർ പോർട്ടിൽ ഇറാനിലാണ്. ഇറാനിൽ ഇന്ത്യ ഉണ്ടാക്കുന്ന ഒരു പോർട്ടാണ് ചാബഹാർ പോർട്ട്. അപ്പൊ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ഇന്ത്യ സെൻട്രൽ ഏഷ്യ ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ ചാബഹാർ പോർട്ട് ഇന്ത്യ ടുക്ക് പ്ലേസ് ഇൻ മുംബൈ. ആ ന്യൂസ് വരാൻ കാരണം ടോപ്പിക് പിന്നെ ചാബഹാർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സിസ്താൻ ബലൂചിസ്ഥാൻ പ്രൊവിൻസ് ആണ്, സൗത്ത് ഈസ്റ്റേൺ ഇറാനിൽ ഓൺ ഗൾഫ് ഓഫ് ഒമാനിലാണ് ഉള്ളത്. ചാബഹാർ പോർട്ട് ഉള്ളത് മാപ്പ് അടിയിലുണ്ട്. 2016 ഇന്ത്യ സൈൻഡ് ട്രൈപാർട്ടൈറ്റ് അഗ്രിമെന്റ് വിത്ത് ഇറാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് എന്ത് ചെയ്യാണ്, പോർട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഷാഹിദ് ബെഹെസ്റ്റി ടെർമിനൽ ചാബഹാറിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ 2016 മുതലാണ്. റീസെന്റ് കുറച്ച് ഇന്ത്യനെ ചില കാര്യങ്ങൾക്ക് ഒഴിവാക്കിയിരുന്നു കേട്ടോ, കാരണം ഇന്ത്യന്റെ
പ്രോഗ്രാം ഒരുപാട് ഡിലേ വന്നപ്പോ. അതിന് കാരണങ്ങളുണ്ട്. ഇറാന്റെ മുകളിൽ യുഎസിന്റെ സാങ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, കാഡ്സ അറിയുന്നതാണ്. അപ്പൊ ഈ ചാബഹാർ പോർട്ട് എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ഗേറ്റ് ആണ് ദാറ്റ് വുഡ് എനേബിൾ ഇന്ത്യ ടു ബൈപാസ് പാകിസ്ഥാൻ ആൻഡ് ആക്സസ് ടു അഫ്ഗാനിസ്ഥാൻ ആൻഡ് അൾട്ടിമേറ്റ്ലി ഇന്ത്യ കൂടുതൽ ആഗ്രഹിക്കുന്ന ഏഷ്യയിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാശ്മീരൊക്കെ ഉണ്ടെങ്കിൽ കൂടി കാശ്മീർ നമ്മളെ ഏരിയ നെല്ലിച്ച് പാകിസ്ഥാന്റെ കയ്യിൽ. അപ്പൊ ബൈപ്പാസ് ചെയ്ത സെൻട്രൽ ഏഷ്യൻ കൺട്രിയിലോസ് നമുക്ക് എത്താന്നുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ട് വരിക, ഗൾഫ് ഓഫ് ഒമാനിൽ വന്നിട്ട് ചബഹാർ പോർട്ട്, അതുവഴി ഇങ്ങനെ അഫ്ഗാനിസ്ഥാനിലോട്ട് പോവാം, പിന്നെ സെൻട്രൽ ഏഷ്യയിലോട്ടും പോവാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചബഹാർ പോർട്ട് ഉണ്ടാക്കുന്നത്. ഈ ഗദർ പോർട്ട് ചൈന ഡെവലപ്പ് ചെയ്യുന്നത്, അത് പാകിസ്ഥാനിലാണ്. ചബഹാർ പോർട്ട് വളരെ നമുക്ക് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർട്ടാണ്. അപ്പൊ നല്ല റിലേഷൻ നമ്മൾ റൺ ആയിട്ട് കേട്ടോ. പിന്നെ പോലെ തന്നെ നമ്മുടെ INSTC ഞാൻ ജസ്റ്റ് നോട്ട് ഉണ്ടാക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. അതും കൂടി നോട്ട് ഉണ്ടാക്കി വെക്കുക, INSTC. അപ്പൊ അതും ഇതിലൂടെയാണ് പോകുന്നത്, നോർത്ത് സൗത്ത് കോറിഡോർ. ഇത് സ്ട്രാറ്റജിക് ലൊക്കേഷൻ നിയർ ദ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലുള്ളത് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ. ഒരു എന്താണ് ഒരു സിഗ്നിഫിക്കന്റ് പൊട്ടൻഷ്യൽ ഇതിനുണ്ട്. കാരണം ഇതാണ് ഗൾഫ് ഓഫ് ഒമാൻ. ഗൾഫ് ഓഫ് ഒമാനിന്ന് ഇത് പേർഷ്യൻ ഗൾഫിലോട്ട് കടക്കുന്ന ഈ സ്ട്രേറ്റിനെ പറയുന്ന പേരാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ആണ് ഓയിൽ ഇതിന്റെ കാര്യത്തിലൊക്കെ കേട്ടോ. അപ്പൊ അതുമായിട്ടുള്ള കണക്ഷനും കൂടിയും പറ്റിയ ഒരു പോർട്ടാണ്, സ്ഥലമാണ് ഇത് എന്ന് പറയുന്നത്. എല്ലാം കൊണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർട്ടാണ് ഈ ചബഹാർ പോർട്ട് ഇന്ത്യന്റെ സംബന്ധിച്ചിടത്തോളം, സ്ട്രാറ്റജിക്കലി എക്കണോമിക്കലി എല്ലാം കൊണ്ടും കേട്ടോ, പൊളിറ്റിക്കലി ഒക്കെ. അതാണ് ന്യൂസ് വരാൻ കാരണം. മറ്റൊരു ന്യൂസ്, സുഡാനിൽ കുടുങ്ങിയ ആളുകളെ കൊണ്ടുപോകാനുള്ള പ്രോഗ്രാം ആയിരുന്നു ഓപ്പറേഷൻ കാവേരി. അങ്ങനെ ചോദിക്കാറുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അത് റിലേറ്റഡ് ടു എന്താന്ന് ചോദിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതാണ് അതിൽ അറിയേണ്ട കാര്യങ്ങൾ. അപ്പൊ IR അത്രയാണ് ഏകദേശം ഉള്ളത്. IR നമുക്ക് അവിടെ അവസാനിക്കുകയാണ്. അതിന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കി, ക്ലിയർ ചെയ്യും. IR-മായി നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൽ എക്കണോമിക്കൽ കാര്യങ്ങൾ ഒരുപാട് നമുക്ക് നോക്കാനുണ്ട്, നമുക്ക് നോക്കാം. കൂടുതൽ ടോപ്പിക്കുകൾ ഞാൻ പറയുന്നില്ല, കുറഞ്ഞ ടോപ്പിക്കുകളെ പറയുന്നുള്ളൂ. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്യാം. ഇത്ര നമ്മൾ പറയുന്നുള്ളൂ. ഇത്രയോ അല്ലെങ്കിൽ ഓവറോൾ അതല്ലാത്ത മറ്റുള്ള UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ അവിടെ കാണിച്ചതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കി, ക്ലിയർ ചെയ്യും. PVQ-മായി ബന്ധപ്പെട്ടാണെങ്കിലും പ്രശ്നമില്ല. അപ്പൊ ഇത്രയും കറണ്ട് അഫയേഴ്സ്. ഇനി ഇപ്പൊ നമ്മൾ IR വരെയുള്ള ഇപ്പൊ പൊളിറ്റി IR ഇത്രയും ടോപ്പിക്ക് നിർബന്ധമായിട്ടും നന്നായിട്ട് ഫുൾ ക്ലിയർ ചെയ്ത് നോക്കുക. നിങ്ങൾ ഫുൾ നോക്കണം കേട്ടോ. ഞാൻ ഇമ്പോർട്ടന്റ് ആയത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാന്നുള്ളൂ. ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കൂടിയും നോക്കണം കേട്ടോ. ചെറിയ ചെറിയ ടോപ്പിക് ആണെങ്കിൽ കൂടിയും അതും വായിക്കാതിരിക്കരുത്. ഓക്കെ, ശരി. വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ, ശരി ശരി.